അപ്പോൾ ഈ കാണുന്നവരെല്ലാം കെട്ടിയൊരുങ്ങി ഇങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഷോ കാണിക്കുന്നുണ്ടിട്ട് ജാക്കിയും പൂപ്പിയും വിചാരിച്ച് ഇവന്മാരേതോ DJ പാർട്ടിക്ക് പോകണമെന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് തെക്കൻ കുരിശുമല കാണാൻ വേണ്ടി പോകണം, മനസ്സിലായില്ല. അപ്പോൾ നമ്മളെന്തായാലും ജാക്കിയോടും പൂപ്പിയോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് KL20G 56 പൂക്കൾ കൊണ്ടുള്ള അത്തറുകൾക്ക് അടുത്തുകൂടിയാണ് നമ്മൾ കുരിശുമലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് കയറാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന ഭാഗത്ത് ആട്ടുംകുട്ടിയൊക്കെ ചുമന്നുകൊണ്ട് ആരൊക്കെ ഇങ്ങനെ യേശുക്രിസ്തുവാണെന്ന് തോന്നുന്നു. ശില്പിയുടെ ഓരോരോ കുസൃതികളെ. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ അവിടെയായിട്ട് ഇത്തരത്തിലുള്ള ബൈബിൾ കഥകൾ തടിയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. നല്ല ശക്തമായ മഴയത്താണ് നമ്മൾ മുകളിലേക്ക് കയറിപ്പോകാൻ വേണ്ടി പോകുന്നത്. യേശുക്രിസ്തു നമ്മുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. പുള്ളിക്കാരൻ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇതുവരെയുള്ള പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. യവൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് യേശുവിൻ്റെ കാൽ കീഴിൽ തേങ്ങ ഉടയ്ക്കണമെന്ന്. അവൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. കണ്ണാടി വെച്ച് കാൽ കീഴിൽ മറച്ചതുകൊണ്ട് തന്നെ കണ്ണാടി പൊളിച്ച് അവനകത്ത് പോയിട്ട് തേങ്ങ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണെന്ന് അറിയില്ല, ആരെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെന്തായാലും നേരെ മുകളിലേക്ക് കയറിപ്പോകാൻ വേണ്ടി ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം കൂടിപ്പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പലരും ഇരുന്നും എഴുന്നും കിടന്നുമൊക്കെയാണ് ഈ കാണുന്ന മലയുടെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്, മനസ്സിലായില്ലേ. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചവറെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടിക്കിടക്കണം. ഏകദേശം ലക്ഷക്കണക്കിൽ കുപ്പികൾ ഇവിടെ തന്നെ കാണും, മനസ്സിലായില്ലേ. നമ്മൾ പോകുന്ന ഒരു സ്ഥലത്ത് തന്നെ 100 കണക്കിന് കുപ്പികളാണ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. എല്ലാ ഭാഗത്തും ഇതുപോലെ കൂട്ടി തന്നെ ഇട്ടിട്ടുണ്ട്. അത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഫുള്ള് അലമ്പാക്കിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും കാര്യങ്ങൾ, കാണാൻ നല്ല ഭംഗിയാണ്. മഴത്തൊക്കെ കയറി പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇടിമിന്നലായിട്ടിട്ട് നമ്മുടെ കൂടെ നടന്ന ഒരാളുടെ കയ്യിൽ വളയിൽ വന്ന് ഇടിമിന്നൽ അടിച്ചിട്ട് പോയി, മനസ്സിലായില്ലേ. അതുകൊണ്ട് ഭയങ്കര രസമാണ്. മഴത്തൊക്കെ കയറി പോയിട്ട് ഈ കാണുന്ന സ്റ്റെപ്പുകളിലെല്ലാം തന്നെ മഴ പെയ്തിട്ട് ചെളി വെള്ളം നമ്മുടെ മണ്ടയിലേക്ക് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും. അത് യേശുക്രിസ്തു നമ്മളെ ശിക്ഷിച്ചായിട്ട് കരുതിയാൽ മതി, വേറെ കുഴപ്പമില്ല. തൊട്ടടുത്തായിട്ട് ഈ കാണുന്നില്ല മാതാമലയുണ്ട്. തമിഴ്നാടിൻ്റെ ഡാമൊക്കെ കാണാനായിട്ട് പറ്റും, വേറെ കുഴപ്പമില്ല. ഈ കാണുന്നതാണ് കുപ്പികൾ, മനസ്സിലായി. ഒരുപാട് കുപ്പികളുണ്ട്. എല്ലാ ഭാഗത്തും ഇതേ അളവിൽ തന്നെ കുപ്പിയും ചവറെല്ലാം വാരി കൂട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പൂക്കളുണ്ട്, കൈകളുണ്ട്. ആർക്കും ദൂരെ കാണുന്നില്ലേ, കണ്ടില്ലല്ലേ, അതാണ് മാതാമല. അതുകൊണ്ട് ആ കാണുന്നുണ്ട്, അതാണ് മാതാമല. അതിൻ്റെ അടുത്താണ് കുരിശുമല. ഇവിടെ നോക്കിയാൽ തമിഴ്നാടിലെ ഡാം കാണാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ്. പക്ഷേ ഫുള്ള് ചപ്പും ചവറൊക്കെ ആയിട്ട് അലമ്പാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമായിരുന്നു ഇതിൻ്റെ മുകളിലേക്ക് ആൾക്കാർ കയറിക്കൊണ്ടിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്ന നിലയ്ക്ക് വെറുതെ ചുമ്മാ മല കയറാൻ വരുന്നവരാണ് കൂടുതലായിട്ടും. ഒരു 70% ആൾക്കാരും അത്തരത്തിലാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വേറെ കുഴപ്പവും കാര്യങ്ങളില്ല. കാണാൻ നല്ല ഭംഗിയാണ്. മറുവശത്ത് തമിഴ്നാട്. ഈ കാണുന്ന ഒരു ഭാഗം മൊത്തം തമിഴ്നാടിൻ്റെ ഒരു ഏരിയയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. പനിയായതുകൊണ്ട് ചിഞ്ചു വന്നില്ല. ചിഞ്ചുൻ്റെ അനിയത്തി അഞ്ചു, സച്ചിയുടെ ചേച്ചി ഷീബ, സച്ചിയുടെ കൂട്ടുകാരൻ, ഞാൻ, എൻ്റെ കൂട്ടുകാരന്മാർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ കാണുന്നത് കുരിശുമലയുടെ മുകളിലേക്ക് വന്നിട്ടുള്ളത്. ഓൺലൈൻ വഴി വാങ്ങി 600 രൂപയുടെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് സച്ചി ഈ കാണുന്ന മീച്ച പിരിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കും എപ്പോഴാണ് ഇത് കുരിശുമലയുടെ മണ്ടയിൽ നമ്മൾ കയറിയെന്ന്. പക്ഷേ ആ ചോദ്യത്തിനോട് പ്രസക്തിയില്ല. വേറൊരു വീഡിയോ പിന്നെ കാണാൻ, മനസ്സിലായില്ലേ. ടാറ്റാ.